ഫാദർ പറഞ്ഞതുപോലെ ഫാദറിൻ്റെ കുട്ടിക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചർച്ചിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ. കാരണം തിരക്ക് പിടിച്ച ജീവിതം പല കാരണങ്ങളായിരിക്കാം. പക്ഷേ ഈ കോവിഡ് പോലുള്ള പ്രതിസന്ധികളൊക്കെ വന്നതിന് ശേഷം ഈ ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ കോവിഡാനന്തര കാലഘട്ടം അതൊരു വലിയ ഡിബേറ്റബിളാണ്. നമ്മൾ കാണുന്ന പിള്ളേരല്ല പണ്ട് സ്കൂളിലെ രീതിയാണോ ഇപ്പം, കോളേജിലൊക്കെ അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അവർ ലോകത്തെ വായിക്കുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും വ്യത്യസ്തമായിട്ടാണ്. നമ്മളങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കുഴപ്പമെന്ന് പറയുന്നത്. എന്നാൽ ഇത് പഴയ കാലത്തെക്കാളും അപ്പുറമായിട്ട് ഒത്തിരി അഭ്രംശങ്ങൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ തരങ്ങളിലും ഉണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉള്ള ഓരോ കാലഘട്ടത്തിനും ഇപ്പം നമ്മളിപ്പോഴും പറയും പഴയ കാലം എന്ത് ഗ്ലോറിഫൈ, അത് നമ്മൾ പറയുന്ന കാര്യമാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിൽ അപഭ്രംശങ്ങൾ ഉള്ളതോടൊപ്പം നന്മകളും ഉണ്ട്, സത്യമാണ്. ആളുകൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒത്തിരി പള്ളിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാധ്യതകളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ അച്ഛന്മാർ ലീഡേഴ്സൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചാൽ ഒത്തിരി കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് ഇവിടെ ആണ് ഞങ്ങൾ ഞാനും കൊച്ചച്ഛനും കൂടെ തുടങ്ങിയ ഒരു പരിപാടിയാണ് പ്രേ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, കളിക്കുക, പ്രാർത്ഥിക്കുക. മിക്കവാറും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടുത്തെ ഒരു ടർഫ് എടുത്ത് ഞങ്ങൾ കളിക്കും. പിള്ളേർ 9 മണി വരെ കളിക്കുക, 7 മണി പ്രാർത്ഥിച്ച് തുടങ്ങുന്നു, പ്രാർത്ഥിച്ച് അവസാനിക്കുന്നു. നമ്മൾ കൊടുത്ത ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് പിള്ളേരെല്ലാം അടുത്ത്. അപ്പോൾ പള്ളി വരാത്ത കുഞ്ഞുങ്ങൾ വൈകിട്ട് അതിന് വരും. പള്ളി അവർ പറയും 2 മണിക്കൂർ 2.5 മണിക്കൂർ. പിന്നെ പ്രായമുള്ളവരുടെ പൊളിറ്റിക്സ് അതൊക്കെ പറഞ്ഞ് മാറിയാലും ദർ ഇസ് എ ചാൻസ്, ദർ ഇസ് എ ഫോർമുല ടു കളക്ട് ദ ചിൽഡ്രൻ ടു ദിസ് ഫെലോഷിപ്പ്. അത് ഒരു കാര്യമുണ്ട്. കോവിഡാനന്ത കാലത്ത് വിശ്വാസമൊക്കെ കുറഞ്ഞു പോയെന്ന് നമ്മൾ തോന്നുവാണെങ്കിലും എന്നാൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പം തന്നെ ഓൺലൈൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഓൺലൈൻ പാറ്റൂർ മാർത്തോമ ഇടവകയുടെ ഓൺലൈൻ ഭയങ്കര ഫേമസാണ്. 30,000-4000 പേരാണ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും എല്ലാ ശുശ്രൂഷകളും കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്രയോ പേരാണ് ഫോളോ ചെയ്യുന്നത്. ചെറുപ്പക്കാരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അത് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിജിറ്റലൈസേഷൻ ആത്മീയ കാര്യങ്ങളിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട്? കാരണം ഇപ്പോൾ ഡിജിറ്റലൈസേഷനിലാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത് ഡിജിറ്റൽ കാര്യങ്ങളാണ്. യൂത്ത് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഴയ ആൾക്കാർ പോലും ഇത് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സഭാകാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്? ഭയങ്കര ഗുണമാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ കൊച്ചിലെ സമയത്ത് യൂട്യൂബോ വാട്സപ്പോ ഈ സത്യം പറഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് വാട്സപ്പ് ശരിക്കായിട്ട് എനിക്കറിയാം. എനിക്ക് വന്നാൽ ഇപ്പോൾ അറിയത്തില്ല. എൻ്റെ കൊച്ചച്ഛന് നല്ലപോലെ അറിയാം, എന്നെക്കാളും അറിയാവുന്ന അച്ഛനാണ്. പക്ഷേ ഈ പള്ളി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മോഡിലാണ് പലപ്പോഴും ഓടിക്കുന്നത്. അത് ഭയങ്കര ഗുണമാണ്. പിള്ളേരെല്ലാം ഒരു ഡിജിറ്റൽ ഒരു മെസ്സേജ് കൊണ്ട് ഇങ്ങനെ വരിക. ഇപ്പം തന്നെ ഞങ്ങൾ സ്ലോത്തോ, കഴിഞ്ഞ വർഷം മെൽത്തോ ആയിരുന്നു, മെൽത്തോ 25 ഞങ്ങൾ അച്ഛനും ഞാൻ ഈ പള്ളി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഏകദേശം 150-ലേറെ പേര് വേദോത്സവം വായിച്ചു ഫുള്ള് ഒരു വർഷം കൊണ്ട്. ഏകദേശം 700 പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എല്ലാം ഡിജിറ്റൽ കൂടെ. ഈ വർഷം സ്ലോത്തോയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് തീം. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ 1 മിനിറ്റത്തെ ധ്യാനമാണ് വിടുന്നത്. എന്തോ ചെറുപ്പക്കാരെത്ര പേർ സ്ലോത്തോ സൺഡേ സ്കൂൾ, മെൽത്തോ സൺഡേ സ്കൂൾ. ഇന്ന് ഡിജിറ്റൽ ഇല്ലാത്ത ലോകത്തെ പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. പണ്ട് ആളുകൾ ടെലിവിഷൻ മോശമായിരുന്നു. ഇതിൻ്റെ സാധ്യതകൾ നോക്കുക. ഇന്നത്തെ കുഞ്ഞുങ്ങളെ അവർക്കതേ അറിയും. ടൈം വലിയ പ്രശ്നമാണ്. കോൺസെൻട്രേഷൻ ഇപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം പോസിറ്റീവായ കാര്യത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഫാദറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ക്രിസ്ത്യാനുഭവം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒന്നെൻ്റെ നാടാണ്. കോന്നി എന്ന് പറഞ്ഞ നാട് തന്നൊരനുഭവം, ഒരു ജോഗ്രാഫിക്കൽ എക്സ്പീരിയൻസ്. പിന്നെ എൻ്റെ വീട്, ഫാമിലി എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ പള്ളി കൊന്നപ്പാറ ശാലയം എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയാണ്. ഇപ്പം ഞാൻ മലപ്ര ശാലയയിലെ ഇടവാണ്. അതൊക്കെ ഭയങ്കര ഒരു ഓർമ്മ കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു ബന്ധങ്ങളുടെ ഒരു ഓർമ്മ, സ്നേഹവും ഓർമ്മ. ഇപ്പോഴത്തെ ഒരു കാര്യം നമ്മൾ എന്താ ഓർക്കാത്ത, ഡിജിറ്റലായോണ്ടാണ്. മറ്റേത് മൈനസിൽ കുറിച്ച് വെച്ചേക്കുമല്ലേ. നല്ല ഓർമ്മകളാണ്. നോമ്പിനെ പറ്റിയുള്ള ഒത്തിരി ഓർമ്മ. നമ്മളെ നയിച്ച ആളുകൾ, അച്ഛന്മാർ, നമ്മുടെ സഭയുടെ തിരുമേനിമാർ, പിന്നെ നേതാക്കന്മാർ, ഞങ്ങളിരുന്ന ഇടവകളിലെ ആളുകൾ നിഷ്കളങ്കമായി ഇതിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിഷ്കളങ്കം ഭൂരിഭാഗവും ഇതുകൊണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര നല്ല ഓർമ്മയാണ് ഈ നോമ്പിൻ്റെ കാലം. അത് ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ ഭാര്യ, എനിക്ക് 2 മക്കളാണ്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ഓർമ്മകളാണ്. ഈ സമയത്ത് ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ലിറ്റേർജി ഭയങ്കര നല്ല ലിറ്റേർജിയാണ്. പാട്ട്, അതിൻ്റെ പാഠം വായനകൾ, അതൊക്കെ നല്ല ഓർമ്മകളാണ്.
അത് പറഞ്ഞപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സാഹിത്യം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുറേ സംഗീതങ്ങൾ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്താറുള്ളത്? ലിറ്റേർജി നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഈ പള്ളിയിൽ ഉള്ള സംഘടനകളെല്ലാം ആക്റ്റീവായി പ്രവർത്തിക്കുക. പാറ്റൂർ മാർത്തോമയുടെ പേരിൽ ആക്റ്റീവ്. അതിനകത്ത് കൊയർ, സാന്തോം സ്ക്വയർ പ്രധാനപ്പെട്ട ഒരു സംഘടന. അവരാണ് പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. വെസ്റ്റേൺ മ്യൂസിക്, ഈസ്റ്റേൺ മ്യൂസിക് എല്ലാം നമ്മുടെ പാട്ടുകളുണ്ട്, കീർത്തനങ്ങൾ. പിന്നെ ലിറ്റേർജിക്കൽ മ്യൂസിക്സ്, ഞങ്ങളുടെ കുർബാനയ്ക്കിടെയുള്ള പാട്ടുകൾ. ഇപ്പോൾ 50 നോമ്പിൻ്റെ ഒത്തിരി നല്ല കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന പാട്ടുകൾ. കഴിഞ്ഞ ഇന്നലത്തെ ദുഃഖവെള്ളിയാഴ്ചയിലെ ഒരൊറ്റ പാട്ടും ഞാനും കൊച്ചച്ഛനും വിട്ടില്ല. അത് ഒത്തിരി ദീർഘമായ 9 മണിക്ക് തുടങ്ങി 1:30 തീരുന്നത്. അതിൻ്റെ 100-ൽ പരം കുമ്പിടണം. അതിപ്പോൾ നിങ്ങൾ നോക്കൂ, ഒന്ന് കുനിഞ്ഞെണ്ണിക്കുക. ആദ്യമായിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതൊരു സെലിബ്രേഷൻ, ഒരു മൂഡും ഈ പാട്ടുകളാകുമ്പോഴത്തേനും നമ്മൾ ഈസ് ആൻ എനാക്ട്മെൻറ്റ് ഓഫ് ദി വൈക്കേറിയസ് സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോഴത്തേനും ആ ക്രൂശും ഒക്കെ ഓർക്കുമ്പോൾ നമുക്കിതൊരു പാടയല്ല. പിന്നെ ഈ ലിറ്റർജിക്കൽ മ്യൂസിക്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇടവയിലാണെങ്കിൽ പാട്ടുകൾ ഞാൻ പറഞ്ഞു, ജൂനിയർ കൊയർ, സീനിയർ കൊയർ, അതുപോലുള്ള സംഘടനകളെല്ലാം പാട്ടാണ്. പിന്നെ സാന്തോം സ്ക്വയർ പ്രാധാന്യമായിട്ട് ഒരു പാട്ടിന് പഠി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ഫിലോ ജേക്കബ് ഫറീസ് അച്ഛനാണ് ലിറ്റർജി പാട്ടുകൾ. കൊലോതുമറിയ എന്നൊരു പ്രോഗ്രാം ഞങ്ങൾക്കുണ്ട്. അച്ഛനാണ് അത് പഠിപ്പിക്കുന്നത്. കൊലോതുമറിയ അച്ഛൻ്റെ പാട്ടുകൾ. അച്ഛൻ അതിനകത്ത് ട്രെയിൻഡാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് ട്രെയിൻഡാണ്. അച്ഛൻ ഇച്ചിരി കൂടെ പാടും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ടുകളെല്ലാം ഞങ്ങൾ അച്ഛന്മാർ തമ്മിലൊന്ന് നോക്കുകയും അതിനു മുമ്പ് നല്ല സംഗീതാത്മകവും നമുക്ക് ഒരു ദൈവിക അനുഭവം തരുന്നത് ആ പാട്ടുകൾ, ലിറ്റർജിക്കൽ മ്യൂസിക്. ഇത്തരം പരിപാടികൾക്ക് മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കാറുണ്ടോ? അതോ ഈ ഒരു സെലിബ്രേഷൻ അതായത് സീസണൽ ആയിട്ടാണോ ഇത്തരം പരിപാടികൾ ഈ സഭയെ സംബന്ധിച്ച്, ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് എല്ലാ ക്രിസ്ത്യ സഭയും എല്ലാ സീസണും ഉണ്ട്. സെലിബ്രേറ്റീവ് സീസൺസ് ആയല്ല. ഓരോ ഞായറാഴ്ച സെലിബ്രേഷൻ, ഹോളി കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ. ഇപ്പം ഞങ്ങളുടെ അച്ഛന്മാരെ സംബന്ധിച്ച് മിക്കവാറും ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ, ഈ പള്ളിയിൽ ഒത്തിരി പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും പള്ളിയിലാണ്. ഇന്നലെ മുഴുവൻ പള്ളിയിലായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങൾ രണ്ടും പള്ളി വന്നതായിട്ട് 7-8 ഞങ്ങൾ പോകില്ല. നാളെ രാവിലെ 5 മണിക്ക് തുടങ്ങും ഞങ്ങളുടെ. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ എത്തും. അപ്പോൾ നോക്കൂ, പള്ളി, പാട്ട്, ഇത് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ഭാഗമാണ്. സെമിനാരിയിൽ തന്നെ ദീർഘമായ പരിശീലനമല്ലേ. അപ്പോൾ ഞങ്ങളെ ട്രെയിൻഡ് കഴിഞ്ഞ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ആളുകൾക്കെല്ലാം പാട്ടറിയാം. എന്നാൽ ഉള്ളത് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നു. മുന്നൊരുക്കങ്ങൾ എപ്പോഴും ഒരുക്കങ്ങളാണ് എപ്പോഴും. അച്ഛാ, ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ അച്ഛന് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? നല്ല മനുഷ്യരായിരിക്കുക, കുറേ കൂടെ നല്ല മനുഷ്യരായി. ഏത് മത ഇഷ്യൂ അല്ല, മനുഷ്യനാണ് ഇമ്പോർട്ടൻറ്റ്. നല്ല മനുഷ്യരായി പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന ആളുകളായി തീരുമ്പോൾ നമ്മളെന്തുവാ, അതാണ്. പ്രത്യേകിച്ച് പാറ്റൂർ ഇടവക വികാരി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചച്ഛൻ ഫിലോ ജേക്കബ് അച്ഛൻ്റെ ഈ ഇടവകയുടെ മുഴുവൻ ആശംസ അതാണ്. അച്ഛാ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പലയിടത്തും പറയാതെ പറഞ്ഞു പോയതാണ്, കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലും, അല്ലെ? എല്ലാവർക്കും ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ക്ഷമയെ നമുക്ക് എങ്ങനെ, ഈ ഒരു വിശ്വാസികൾക്ക് ക്ഷമിക്കാൻ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ക്ഷമയെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ നിത്യജീവിതത്തിൽ? ക്ഷമ കൊണ്ടുവരാൻ ഈസിയല്ല, കഠിനമായ തപസ് വേണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർത്ത് പറയത്തില്ലെന്നല്ല, ഉള്ളിൽ കിടക്കുമല്ലേ. അതെ, എത്രയോ നാൾ ഉള്ളിൽ വെളിയിലൊന്നും കാണിക്കുന്നില്ല, എന്ത് നല്ല മനുഷ്യനാണ്, പക്ഷേ ഉള്ളിൽ കിടക്കുക. അതൊരു വലിയ തപസ്സാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ക്ഷമിക്കണമെങ്കിൽ കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. ചെകിട്ടത്തടിക്കുന്നവന് വലതും കാണിച്ച്, ഇടത് ചെകിട്ടത്ത് വലതും കാണിച്ച്, ഇതുപോലൊരാളുണ്ടോ? അന്ന് യേശു കർത്താവിനെ എനിക്ക് ഇഷ്ടം, ഞങ്ങൾക്ക് ഇഷ്ടത്തിൻ്റെ കാര്യം, ശത്രുക്കളെ കൊല്ലണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് ഇസ്രയേലിൻ്റെ കാലഘട്ടത്തിൽ അവൻ പറഞ്ഞു ക്ഷമിക്കണം. പാപികൾ കൊള്ളത്തില്ലെന്ന് പറയുന്ന കാലഘട്ടത്തിൽ അവൻ പറഞ്ഞു പാപി എനിക്കിഷ്ടമാണ്. എന്തോ ക്ഷമയുടെ, നമുക്ക് കർത്താവിനെ മാത്രം, ഏതൊരു വ്യക്തി മതത്തിനപ്പുറമായി മതം വിടുക, ഈ കർത്താവിനെ നോക്കിയാൽ ക്ഷമിക്കാൻ പറഞ്ഞൊരു ഗുരു ഞങ്ങളെ സംബന്ധിച്ച് ഈസ് ദ ലോർഡ്. അതാണ്. അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുക സ്ഥിരമായി. ഇപ്പോൾ ദൈവവചനം ഞങ്ങളെ സംബന്ധിച്ച് ദൈവവചനം വായിക്കുക, അതിന് തന്നെ ക്ഷമിക്കാനാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ നോമ്പും അതൊക്കെ ക്ഷമ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമാണ്. വിശുദ്ധ കുർബാന എല്ലാം പ്രാക്ടീസ് ചെയ്താൽ നടക്കും. പക്ഷേ അത് ഈസി അല്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. അതാണ് പ്രാക്ടീസ് ചെയ്യണം.
ശരി അച്ഛാ, എന്തായാലും ഞങ്ങളുടെ ACVയുടെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും തിരക്ക് പിടിച്ച്, കാരണം നമുക്ക് നന്നായി അറിയാം ഈസ്റ്റർ ദിനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈസ്റ്റർ ദിനത്തിൻ്റെ ഭാഗമായി ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ തിരക്കുകൾക്കിടയിലും നമുക്കൊപ്പം സമയം അനുവദിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് സമയമാണ് അച്ഛൻ നമുക്ക് പങ്കുവച്ചത്. വളരെ നന്ദി. താങ്ക് യു. ഞങ്ങളുടെയും ആശംസകൾ, ഈസ്റ്റർ ദിന ആശംസകൾ പാറ്റൂർ മാർത്തോമ ഇടവകയുടെ എൻ്റെ പേരിൽ, ഫിലോ ജേക്കബ് അച്ഛൻ എൻ്റെ ഉള്ള അച്ഛൻ്റെ പേരിൽ ACV പ്രേക്ഷകരെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ.